നമസ്കാരം. അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് പന്തീരാങ്കാവ് പീഡന കേസില് ആ സ്ത്രീജനം മൊഴി മാറ്റി പറഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കാരണം മീഡിയക്കാരെ മാത്രമല്ല, കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങളെയും പറ്റിച്ചതുപോലെയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ആ സ്ത്രീജനം ഇങ്ങനെ മൊഴി മാറ്റി പറഞ്ഞത് എന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീജനം പറഞ്ഞിരിക്കുന്നത് ബന്ധുമിത്രാദികളുടെയും മാതാപിതാക്കളുടെയും ആത്മഹത്യാ ഭീഷണി മൂലം എന്നുള്ള ഒരു കാരണത്താലാണ് ഞാൻ സമ്മതിച്ചത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കാണാൻ സാധിച്ചത്. ഇന്നിപ്പോ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ പിതാവ് വന്നിട്ടുണ്ടായിരുന്നു കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പെൺകുട്ടി മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ആ ഒരു സ്ത്രീജനത്തിന് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇട്ട ഒരു വീഡിയോ, അതിന്റെ ഓഡിയോ എന്റെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കണം. ഇതിലിപ്പോ ആരാണ് തെറ്റ് ചെയ്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒട്ടും സാധിക്കില്ല. കാരണം ആ സ്ത്രീജനം മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. കുറെ ദിവസങ്ങൾക്ക് മുൻപേ മീഡിയകളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയല്ല. മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുത്തി മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയാം, കേട്ടറിയാം. അതുവരെ കാത്തിരിക്കുക. എൻ്റെ പേര് നിമ. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി. മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് ഞാൻ രാഹുലേട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ തെറ്റാണത്, എൻ്റെ മാത്രം തെറ്റാണ്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോടെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക, സപ്പോർട്ടില്ലായ്മ, അങ്ങനെ വേണം പറയാനായിട്ട്. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറിക്കെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു. ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. കല്യാണത്തിന് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലേട്ടൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം.
അതെന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിൻ്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു. എന്താണ് അപ്പോൾ അതിൻ്റെ ഡിവോഴ്സും കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ മെയ് 5-ാം തീയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു, ഡിവോഴ്സ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മളത് പ്രൊസീഡ് ആയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ നമുക്ക് കിട്ടിയില്ല, ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടാടാ, ഇത് കിട്ടിയില്ലല്ലോ, പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത്. അത് കുഴപ്പമില്ല, നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് 5-ാം തീയതി തന്നെ കല്യാണം കഴിക്കാമെന്ന് ഞാനാണ് രാഹുലേട്ടനോട് പറഞ്ഞത്. മാത്രമല്ല അന്നെന്നോട് പറഞ്ഞു, അച്ഛനോടും അമ്മയോടും, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയോടും ഇങ്ങനൊരു മാരേജിൻ്റെ കാര്യം പറയണം നീ, അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്തുണ്ടായിരുന്ന പേടിയെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും. അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാനത് ഹൈഡ് ചെയ്തു. അതായത് ഇങ്ങനൊരു മാരേജ് രാഹുലേട്ടൻ രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ഹൈഡ് ചെയ്തു. പറയണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്തു നമ്മൾ മെയ് 5. ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് അറിയില്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം, അറിയില്ല. ഞാനാണത് പറയാണ്ടിരുന്നത്. പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല. ഒരു പക്ഷെ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ഒരു മാരേജ് മുടങ്ങിപ്പോയതിൽ രാഹുലേട്ടൻ മെൻ്റലി ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് രാഹുലേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ നിന്നു. ഓക്കെ, ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കിത് പ്രൊസീഡ് ചെയ്യണ്ടടാ, ഞാൻ മെൻ്റലി ഓക്കെ അല്ല എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അതെല്ലാം മാറിക്കോളും, അതെല്ലാം ശരിയായിക്കോളും, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. അങ്ങനെ എന്നെ വിശ്വസിച്ച് പുള്ളി എന്താ പറയുക മെയ് 5-ാം തീയതി എന്നെ കല്യാണം കഴിക്കാനുണ്ടായത്. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല. രാഹുലേട്ടനായിട്ട് മാത്രമല്ല, രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. കല്യാണത്തിൻ്റെ മിക്ക ചിലവുകളും രാഹുലേട്ടനാണ് നടത്തിയത്. ഈവൻ കല്യാണത്തിൻ്റെ റിങ്ങും അതിൻ്റെ എന്താ പറയുക ഡ്രസ്സും എല്ലാം, ഞാനിട്ട എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിത്തുന്ന രാഹുലേട്ടനാണ്. ചിലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു. സ്ഥിരീകരിച്ചിട്ടുള്ളതല്ലേ, സർട്ടിഫൈ ചെയ്തിട്ടുള്ളതല്ലേ, ബെൽറ്റിനടിച്ച പാടുകൾ, തലയിലെ മുഴ, പിന്നെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നത്, കാറിൽ നിന്ന് കിട്ടിയത്, ഇതൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ. ശരിക്കും തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷം ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നതാണോ ഇത് ശരിക്കും? ഞാൻ സംശയിക്കുന്നു. എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ലല്ലോ. എന്താണ് ആള് മിസ്സിങ് ആണല്ലോ. അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കോളുകൾ വന്നിരുന്നു? എനിക്ക് കോളുകളൊന്നും വന്നിട്ടില്ല. അല്ല, ഈ കുട്ടിയെ വിളിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് കോളുകൾ വന്നിട്ടുണ്ടോ ഇല്ലയോ, അമ്മനെ വിളിച്ചിരുന്നു, അങ്ങനെ അമ്മയുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അത് ആദ്യം നേരത്തെ ഒരു പ്രാവശ്യം വിളിച്ചു, പിന്നെ ആ ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തിട്ടില്ല. അത് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാക്കുന്നു, അവിടുന്ന് ട്രെയിന് പോകുന്നു. അതാണ് പതിവ്. അതെ. ഇല്ല, ഞാനല്ല, അവള് നേരം വിളിക്കാറായപ്പോഴാണല്ലോ പോയത്. അവ തൊട്ടടുത്ത് നമ്മുടെ കൂട്ടുകാരും സ്വന്തക്കാരും ഉണ്ട്, അവൻ്റെ ഓട്ടോറിക്ഷക്കാരും കൊണ്ട്